കർണാടകയിൽ കോൺഗ്രസിലെ തമ്മിലടി തുടരുകയാണ്. 2023 കർണാടകയിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നത്. സിദ്ധരാമയ്യ നേരത്തെ ജനതാദളുകാരനായിരുന്നു, പിന്നീട് കോൺഗ്രസിലേക്ക് വന്നതാണ്. കർണാടകയിലെ കോൺഗ്രസിന്റെ അന്നത്തെ വിജയം ദേശീയ തലത്തിലെ പ്രതിപക്ഷത്തിന്, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തിന് ഒരു ആവേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കുന്നതുമൊക്കെ. പക്ഷെ കർണാടകത്തിൽ ഇപ്പോഴും കോൺഗ്രസിനകത്ത് കാര്യമായ തമ്മിലടി നടക്കുകയാണ്. കാരണം കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ്, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ആ DK ശിവകുമാർ തന്നെയാണ് KPCC പ്രസിഡന്റ്, കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്. അപ്പം DK ശിവകുമാർ അവകാശപ്പെടുന്നത്, ഒരു ധാരണയുണ്ട്, കുറച്ചു കാലം കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ പറയുന്നത് കുറച്ചു കാലം കഴിഞ്ഞാൽ തനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നാണ്. അങ്ങനെ ഒരു ധാരണ ഉള്ളതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പൊ സിദ്ധരാമയ്യക്ക് ഇപ്പൊ അനുകൂലമായിട്ട് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഘടകം എന്ന് പറയുന്നത്, 2021 അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അന്യായമായിട്ട് കൈവശം വെച്ച സ്വത്തുകൾ സംബന്ധിച്ച കേസ്, ആ കേസ് ഇപ്പൊ പുറത്തു വന്നിരുന്നു. പക്ഷെ ഈ കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഇപ്പൊ കർണാടക സംസ്ഥാന പോലീസാണ് അന്വേഷിക്കുന്നത്. അതേപോലെ തന്നെ ലോകായുക്തയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് CBI അന്വേഷിക്കണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. ആ ആവശ്യം ഹൈക്കോടതി നിരസിച്ചതിനെ തുടർന്ന് ഇപ്പോൾ സിദ്ധരാമയ്യക്ക് അല്പം ആശ്വാസം വന്നിരിക്കുകയാണ്. പക്ഷെ നിരവധി അഴിമതി കേസുകളാണ് കർണാടകയിലെ സർക്കാരിനെതിരായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സിദ്ധരാമയ്യയെ മാറ്റി DK ശിവകുമാറിനെ ആക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷെ മറിച്ച് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഇപ്പൊ അവർ ചെയ്യുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് DK ശിവകുമാറിനെ മാറ്റിയിട്ട് പകരം മറ്റാരെങ്കിലും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല നേതാക്കളും തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ് കർണാടകത്തിൽ. ആഭ്യന്തരമന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായിരുന്ന G പരമേശ്വര, അതേപോലെ തന്നെ മറ്റൊരു മന്ത്രിയായ K രാജണ്ണ, അപ്പൊ ഇവരൊക്കെ തന്നെ KPCC പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യമായ ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലിംഗായത്ത് നേതാവായിട്ടുള്ള MB പാട്ടീൽ, മറ്റൊരു നേതാവായ ഈശ്വർ ഖത്രെ തുടങ്ങിയ ആളുകളും കർണാടകയിലെ PCC പ്രസിഡന്റ് ആവാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പം ഈ അടുത്ത് മല്ലികാർജുൻ ഖാർഗെ തന്നെ, അദ്ദേഹം കർണാടകക്കാരനാണ്, കോൺഗ്രസിന്റെ അധ്യക്ഷൻ, അദ്ദേഹവും പറഞ്ഞത് കർണാടകയിലെ PCC പ്രസിഡന്റിനെ മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ്. PCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറുകയാണെങ്കിൽ തനിക്ക് മുഖ്യമന്ത്രി ആവണം, PCC പ്രസിഡന്റ് ആയാലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ തനിക്ക് മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ് സിദ്ധരാമയ്യയുടെ ആവശ്യം. അതേസമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് PCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നാലും ഇല്ലെങ്കിലും തനിക്ക് മുഖ്യമന്ത്രി ആവണം എന്നാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ആവശ്യം. അതേസമയത്ത് സിദ്ധരാമയ്യ ആണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാനും തയ്യാറല്ല. എന്നാൽ മറ്റൊരു വിഭാഗം KPCC പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് പല നേതാക്കളും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ത്രികോണ മത്സരമാണ് ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസിനകത്ത് നടക്കുന്നത്.